നമുക്കറിയാം, വഹാബികൾ നബിദിനാഘോഷത്തെ എതിർക്കുന്നവരാണ്. അവർക്ക് നബിദിനാഘോഷത്തോട് വൈരാഗ്യമാണ്. അവർ നബിദിനം ആഘോഷിക്കുകയില്ല. നബിദിന വിരോധികളായ വഹാബികൾ ക്രിസ്ത്യാനികളുടെയും ഹൈന്ദവരുടെയും അല്ലാത്തവരുടെയും ആരാധനകളിലും ഉത്സവങ്ങളിലും അവർ പങ്കെടുക്കുന്നു. അതിൽ അവർക്ക് യാതൊരു വിരോധവുമില്ല. അത് വെളിപ്പെടുത്താൻ വേണ്ടി സാക്ഷാൽ വഹാബി പ്രസ്ഥാനത്തിൻ്റെ നേതാവായ മുജാഹിദ് ബാലുശ്ശേരി വരും. അദ്ദേഹം അത് സവിസ്തരം നിങ്ങളോട് പ്രതിപാദിക്കുന്നതാണ്. ഞാൻ പറയാം. എന്ന് പറഞ്ഞ് കാണിച്ചു കൊടുക്കുക. നമ്മുടെ കയ്യിൽ ക്രിസ്തുമസ് അപ്പൂപ്പനെ വെച്ച് പൂജിച്ച വലിയ സ്റ്റേറ്റ് നേതാവിന്റെ പിക്ചർ നമ്മുടെ കയ്യിലുണ്ട്. ഉണ്ണി യേശുവിനെ വെച്ച് ഡിസംബറിൽ ക്രിസ്തുമസ് ആഘോഷിച്ച സ്റ്റേറ്റ് നേതാവ്. 5 നേതാക്കന്മാരെടുത്ത 3ാമത്തെ ആള്. എന്തേ നമ്മൾ ഔട്ട് ചെയ്യാത്തത്? നമ്മൾ ക്ഷമിക്കുകയായിരുന്നു, പല കാര്യങ്ങളിൽ സഹിക്കുകയായിരുന്നു. വ്യക്തിപരമായി എല്ലാരെയും നമ്മൾ ഓർമ്മപ്പെടുത്തി. ഇപ്പൊ ജനങ്ങൾ, നമ്മളൊന്നും അറിയണ്ട, ലോകത്ത് സാധാരണക്കാർ പറഞ്ഞുകൊള്ളുതൊക്കെ കേട്ടല്ലോ സഹോദരങ്ങളെ. മുജാഹിദ് ബാലുശ്ശേരി തുറന്ന് പറഞ്ഞതാണ്. ഈ പ്രസ്ഥാനമാണോ ഇസ്ലാമിക പ്രസ്ഥാനമായി നാം അംഗീകരിക്കേണ്ടത്? ഈ പ്രസ്ഥാനത്തിൽ കൂടിയാലാണോ സ്വർഗം ലഭിക്കുക എന്ന് നാം ചിന്തിക്കേണ്ടത്? നാം ഓരോരുത്തരും മനസ്സിലാക്കുക. അസ്സലാമു അലൈക്കും. എൻ്റെ പേര് ഇബ്രാഹിം എന്നാണ്, മങ്കട സ്വദേശിയാണ്. കാര്യം പറയാനുള്ളത്, എനിക്ക് 1 മിനിറ്റ് സമയം ഈ ചോദ്യം ചോദിക്കാൻ തരണം. ഒറ്റ വാക്കിലുള്ള ചോദ്യമല്ല എൻ്റെത്. അതുകൊണ്ട് അതിനുള്ള സമയം അനുവദിക്കണമെന്ന് ആദ്യമേ അപേക്ഷിക്കുകയാണ്. പെട്ടെന്ന് ഉണ്ട്. നമുക്കറിയാം, ഇവിടെ ഒക്കെ നോക്കിയാൽ 35 വയസ്സിൽ താഴെയുള്ള ഒരു കുട്ടീനെയും ചിലപ്പോൾ നമുക്ക് എണ്ണിയാൽ 10 കുട്ടികളെ കാണൂല. ഈ കുട്ടികളൊന്നും ഇവിടെ ഇല്ലായിട്ടല്ല, ഇവിടെ മുജാഹിദിൻ്റെ നാടാണ്. പക്ഷേ എന്തുണ്ട്, ഇപ്പോൾ ഒരു തെരീക്കത്ത് ഉണ്ട് ഇവിടെ. ആ തെരീക്കത്ത് എന്താ അറിയുമോ? അത് EA ജബ്ബാറിൻ്റെ തെരീക്കത്ത്, ലിയാഖത്ത് അലീൻ്റെ തെരീക്കത്ത്, ജാമിദ ടീച്ചറെ തെരീക്കത്താണ് ഇപ്പോൾ ഇവിടെ ശക്തമായിട്ട്. ഇവിടുത്തെ മുജാഹിദിൻ്റെയും ജമാഅത്തിൻ്റെയും പള്ളി പ്രസിഡൻറ്റിൻ്റെയും സെക്രട്ടറിൻ്റെയും എല്ലാവരും മക്കൾ ഇന്ന് അതിലാണെന്ന് സജീവമായിട്ട്. ISMൻ്റെ മെമ്പർഷിപ്പ് പകുതിയിലേറെ കുറയുമ്പോൾ ഇവരെ മെമ്പർഷിപ്പ് ഇന്ന് കൂടി വരികയാണ്. ഇനി യഥാർത്ഥ കുഫർ കാണണമെങ്കിൽ നിങ്ങൾക്കിപ്പോൾ ഇവിടെ നബിദിനത്തിന് ആഘോഷത്തിന് ഇവിടെ ആളെ കാണുന്നില്ല. പക്ഷേ നിങ്ങളിവിടെ ഒരു കാളവേല നടക്കുന്നുണ്ട്. ഈ മുജാഹിദിൻ്റെ നേതാക്കന്മാരെ മക്കൾ മുഴുവനും അവിടെ വണ്ടി തടഞ്ഞിട്ട് അതിൻ്റെ സമ്പത്ത് പിരിക്കാനും പൈസ ഉണ്ടാക്കാനും നേതൃത്വം കൊടുത്ത് അമ്പലത്തിലേക്ക് എഴുന്നള്ളുന്ന ഇതിൽ മുൻപന്തിയിൽ നിൽക്കുന്നത് ഈ മുജാഹിദിൻ്റെയും എൻ്റെയും ഒക്കെ മക്കളാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. മറ്റൊന്നുള്ളത് എന്താണ്, ഇവിടെ എൻ്റെ കുറച്ചപ്പുറത്ത് നാട് ഒരു വളരെ കുറഞ്ഞ മുസ്ലിങ്ങളെ അവിടെ ഉള്ളൂ. അവിടുത്തെ മുഴുവൻ പള്ളി കമ്മിറ്റിൻ്റെയും ഇതിൻ്റെ നേതാക്കന്മാരുടെ കുട്ടികൾ കറുത്ത തുണിയും വസ്ത്രവും എടുത്തുകൊണ്ട് ഈ ഇതിന് ഓണത്തിന് ശിങ്കാരി മേളയും നടത്തിക്കൊണ്ട് അതിനെ ആവേശപൂർവ്വം വിജയിപ്പിക്കുന്നതിൽ അവർ മുൻപന്തി നിൽക്കുകയാണ്. അവിടെ നമ്മൾ പല മദ്രസകളിൽ പല പരിപാടികളും നമ്മൾ വിളിക്കുന്നുണ്ട്, നേരെ പോയി അവരെ കാണുന്നുണ്ട് ഈ കുട്ടികളെ. പക്ഷേ 200 കുട്ടികളെ വിളിച്ചാൽ 10 കുട്ടികൾ നമ്മളെ മദ്രസയിലേക്ക് വരുന്നില്ല. അപ്പോൾ നമ്മൾ മുൻഗണന കൊടുക്കേണ്ടത് ഈ ദബലീഗ് വിമർശനത്തിനാണോ അതോ നമ്മൾ പച്ചയായ കുഫറിലേക്കും ശിർക്കും ഇവിടെ നടക്കുമ്പോൾ അതിനെക്കുറിച്ചാണോ നമ്മൾ ഇപ്പോൾ ചർച്ച ചെയ്യേണ്ടത് എന്നാണ് എൻ്റെ ചോദ്യം. അൽഹംദുലില്ലാഹ്, തീർച്ചയായും അദ്ദേഹം വളരെ വലിയ ചില വിഷയത്തിലേക്കാണ് നമ്മളെല്ലാവരുടെയും ശ്രദ്ധ ക്ഷണിച്ചത്. അൽഹംദുലില്ലാഹ്, ഏറെ ഗൗരവം തന്നെയാണ് അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ. വിയോജിക്കേണ്ട ഒന്നും അതിലില്ല. ഇനി വേറൊന്ന് പറഞ്ഞിറങ്ങക്ക് അവിടെയും പറഞ്ഞ് ഞാൻ ആ ചർച്ച നിർത്തുകയാണ്. സമസ്തനയിച്ചുള്ള മറ്റേ നേരത്തെ വിട്ടുപോയൊരു കാര്യമാണ്. ഞാനൊരു വാഫി കോളേജിൽ പോയി, എവിടെയെന്ന് ഞാൻ പറയുന്നില്ല, വേണ്ടി വന്നാൽ പറയും ചെയ്യാം. അവിടെ പ്രിൻസിപ്പാളുടെ റൂമിൽ പോയി. അപ്പം ഇങ്ങനെ 6 റിസാലുകൾ ഇരിക്കുന്നുണ്ട്. അൽ-ഇമാമു അബു ഹനീഫ, അൽ-ഇമാമു മാലിക്, അൽ-ഇമാമു ഷാഫി, അൽ-ഇമാം അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു തആല അൻഹും. അതിൻ്റെ താഴെ 2 എണ്ണം വേറെ, അൽ-ഇമാമു ബിൻ തീമിയ, അൽ-ഇമാമു ബിനുൽ ജൗസി. മൂപ്പരിങ്ങനെ 6ഉം കൂടി ഒരേ ഗ്രേഡിലാക്കി ഇങ്ങനെ വെച്ചേക്കാണ്. അപ്പോൾ വലിയ ഇമാമായിട്ടാണ് ഇബ്നു തീമിയ, അൽ മുജദ്ദിദ് ഇബ്നു തീമിയും. അതേ പ്രകാരം തന്നെ മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് 2 മുജദ്ദിദാണെന്നാണ് മുജാഹിദീങ്ങൾ പറയുന്നത്. ആ കാലഘട്ടത്തിലെ 2 മുജദ്ദിദുകളാണ്, ഏറ്റവും വലിയ മതപരിഷ്കർത്താക്കളാണ് അവർ എന്നാണ് പറയുന്നത്. ആരാണ് ഇബ്നു തീമിയ എന്ന് നിങ്ങൾക്കറിയോ? അതിൻ്റെ ഒരു ഉദാഹരണം പറഞ്ഞുതരാം. നമ്മളൊക്കെ അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ ആളുകളൊക്കെ അമ്പിയാക്കൾ മഅ്സൂമീങ്ങളാ. ഇമാം ഇബ്നു ഹജർ റഹ്മത്തുള്ളാഹി തങ്ങൾ അവരൊക്കെ പറയുന്നത് എന്താണ്? എല്ലാ നബിമാരും വൻദോഷത്തിനെ തൊട്ടും ചെറുദോഷത്തിനെ തൊട്ടും അറിഞ്ഞും അറിയാതെയും നുബുവത്തിന്റെ ശേഷവും അതിൻ്റെ മുമ്പും
ഒരു ദോഷവും അവരും സംഭവിക്കില്ല. അവർ മഅ്സൂമീങ്ങളാണ്, സുരക്ഷിതരാണ്. അല്ലാഹു തആല സുരക്ഷിതത്വം നൽകിയിട്ടുള്ളവരാണ് അവർ. ഇതല്ലേ നമ്മളുടെ സുന്നത്ത് ജമാഅത്ത് പറയുന്നത്. പക്ഷേ ഈ ഇബ്നു തൈമിയ്യന്റെ ഒരു തഫ്സീറുണ്ട്. ആകെ ഒരു റാസിന്റെ 1-2 ജുസുവിന്റെ അത്ര വലിപ്പം ഉണ്ടാവുള്ളൂ. എന്നിട്ട് അതിങ്ങോട്ട് അച്ചടിക്കാരിങ്ങനെ അങ്ങനെ കുറേ ജുസുക്കളാക്കിയിട്ട് അതിന് നമ്മൾ സാധാരണ തഫ്സീർ, ആ തഫ്സീറുൽ കബീർ എന്ന് പറഞ്ഞാൽ ഇമാം റാസി തങ്ങളെ തഫ്സീറാ. ഇപ്പൊ ആ തഫ്സീറുൽ കബീർ എന്ന് പറഞ്ഞാൽ അവരെടുക്കല് ഇബ്നു തൈമിയ്യന്റെ തഫ്സീറാ. ആ തഫ്സീറുൽ കബീർ ഇബ്നു തൈമിയ്യ ലിൽ ഇമാം ഇബ്നു തൈമിയ്യ, അങ്ങനെ പറയാം, ലിൽ ഇമാമി ഇബ്നു തൈമിയ്യ. അതിന്റെ ഒരൊറ്റ സാമ്പിൾ മാത്രം പറയാം. സൂറത്തു തൗബയുടെ തഫ്സീറിൽ തൗബത്തുൽ അംബിയ എന്ന് പറഞ്ഞൊരു ഹെഡിങ് ഉണ്ട്. ആ തൗബത്തുൽ അംബിയ എന്ന് പറയുന്ന ഹെഡിങ്ങിൽ പറയുന്നത് എന്താണെന്ന് അറിയോ? അംബിയാക്കൾ പാപം ചെയ്യണം എന്നാ പറയുന്നത്. അംബിയാക്കൾ പാപം ചെയ്തിട്ട് അവർ തൗബ ചെയ്യണം. എന്നാ പാപം ചെയ്യുന്നതിന്റെ മുമ്പുള്ളതിനേക്കാൾ വലിയ ദർജ അവർക്ക് കിട്ടും. അതുകൊണ്ട് ആ ദർജ കിട്ടാൻ വേണ്ടി, തൗബ ചെയ്യാൻ വേണ്ടി അവർ പാപം ചെയ്യണമെന്ന്. എത്രത്തോളം ഇതിന്റെ 4-ാം വാല്യം അത്തഫ്സീറുൽ കബീറിൽ ഇമാമിൽ അല്ലാമ തഖീദ്ദീൻ ഇബ്നു തൈമിയ്യ ഇതിൽ പറയുന്നത്, നീണ്ട് വായിക്കാനുണ്ട്, അർത്ഥം വെക്കാനുണ്ട്, ഞാൻ ചുരുക്കുകയാണ്. വബി ഹാദിഹിൽ മഗ്ഫിറത്തി, തെറ്റ് ചെയ്ത് തൗബ ചെയ്ത് പടച്ച തമ്പുരാൻ മഗ്ഫിറത്ത് നൽകിയത് കൊണ്ടാണ് നാല ശഫാഅത്ത യൗമൽ ഖിയാമ, ഖിയാമത്ത് നാളിൽ മഹാനായ അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഷഫാഅത്തുൽ കുബ്ര എന്ന് പറയുന്ന ഷഫാഅത്തിന് അവകാശം ലഭിച്ചത്, അർഹത ഉണ്ടായത് തെറ്റ് ചെയ്തത് കൊണ്ടാണ്. എങ്ങനെയുണ്ട്? പക്ഷെ തെറ്റ് ചെയ്താൽ അതിമലിങ്ങനെ എന്നും ആ തെറ്റോടുകൂടെ നിൽക്കൂല, വേഗം തൗബ ചെയ്യും. അപ്പൊ തെറ്റ് ചെയ്ത് തൗബ ചെയ്താൽ അള്ളാഹു മുമ്പുള്ളതിനേക്കാൾ വലിയ ദർജ കൊടുക്കും. അപ്പൊ ഏറ്റവും വലിയ ദർജ അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് നൽകണമെങ്കിൽ ഏറ്റവും കൂടുതൽ തെറ്റ് ചെയ്ത ആളാവണം, എന്നിട്ട് ഏറ്റവും കൂടുതൽ തൗബ ചെയ്ത ആളാവണം. അപ്പൊ ഏറ്റവും വലിയ ദർജ കിട്ടും. അതുകൊണ്ടാണ് ഷഫാഅത്തിന് അർഹനായത്. ഇതാണ് ഇപ്പൊ ഇബ്നു തൈമിയ്യ പറയുന്നത്. അതാണ് അൽ ഇമാം ഇബ്നു തൈമിയ്യ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ മേശപ്പുറത്ത് വെച്ചുകാണ്ട് കുട്ടികളൊക്കെ ഇമാം ഇബ്നു തൈമിയ്യ എന്ന് പറഞ്ഞ് പഠിപ്പിക്കുന്നത്. ഞാൻ ഒരു കോളേജിൽ കണ്ടതാണ്. അപ്പോ പിന്നീട് ഞാൻ നിർത്തുകയാണ്. പിന്നെ സമസ്ത കേരള ജമിയത്തുൽ ഉലമയെ സംബന്ധിച്ച് അവിടെ ഒരുപാട് കാര്യങ്ങൾ പറയാനുള്ളതിൽ നിന്ന് അബ്ദുൽ ഹക്കീം ഫൈദിയുടെ കൂടെ നിന്ന് വാഫി കോളേജിൽ അവിടെ കാളികാവില് കൂടെ മുദരിസായി നിന്ന് പഠിപ്പിച്ച ബഹുമാനപ്പെട്ട സയ്യിദ് മൊഈനുദ്ദീൻ ജിഫ്രി തങ്ങൾ ഒരുപാട് കാര്യങ്ങൾ എഴുതി തന്നിട്ടുണ്ട്. അതിൽ നിന്ന് ഒരു ഉദാഹരണം മാത്രം വായിക്കാം, 2-3 കത്തുകൾ വായിക്കാം. ബഹുമാനപ്പെട്ട സമസ്ത കോർഡിനേഷൻ കമ്മിറ്റി സമസ്തയുടെ കോർഡിനേഷൻ കമ്മിറ്റിക്കാണ് എഴുതി തന്നിട്ടുള്ളത്. അറിയേണ്ടുന്നതിന് സയ്യിദ് മൊഈനുദ്ദീൻ ജിഫ്രി ചേറൂർ ഫോൺ നമ്പറൊക്കെ ഉണ്ട് അറിയിക്കുന്നത്. ബഹുമാന്യരെ, ഞാൻ 2021 കാളികാവ് വാഫി PG ക്യാമ്പസിൽ മുദരിസായിരുന്നു. സ്ഥാപനത്തിന്റെ മേൽനോട്ടക്കാരൻ, CIC-യുടെ കോർഡിനേറ്റർ, ക്യാമ്പസിലെ മുദരിസ് എന്നീ നിലകളിലെല്ലാം ഹക്കീം ഫൈദിയുടെ സാന്നിധ്യം അവിടെ മിക്കപ്പോഴും ഉണ്ടാകുമായിരുന്നു. കുട്ടികളുമായും ഉസ്താദന്മാരുമായും അദ്ദേഹം നിരന്തരം സംവാദങ്ങളിൽ ഏർപ്പെടുമായിരുന്നു. അതിനിടയിൽ ക്യാമ്പസ് മസ്ജിദിൽ വെച്ച് നടന്ന ഒരു അസംബ്ലിയിൽ അദ്ദേഹം ഇങ്ങനെ സംസാരിക്കുകയുണ്ടായി: അള്ളാഹുവിൻ്റെ റസൂൽ ഇപ്പോൾ ഇവിടെ വരികയാണെന്ന് വിചാരിക്കുക. അള്ളാഹുവിൻ്റെ റസൂൽ ഇപ്പോൾ ഇവിടെ വരികയാണെന്ന് വിചാരിക്കുക. എങ്കിൽ ഡാഷിന്റെ പ്രസിഡന്റാണോ ലീഗിന്റെ പ്രസിഡന്റാണോ ആവുക? ചോദ്യത്തിനുള്ള മറുപടിയും അദ്ദേഹം പറഞ്ഞു, ഞാൻ പറയുന്നു ലീഗിന്റെ പ്രസിഡന്റ് ആയിരിക്കും ആവുക. ഡാഷ് എന്ന് പറഞ്ഞാൽ ആരാ? സമസ്ത എന്നവിടെ ഉള്ളവർക്ക് എല്ലാവർക്കും മനസ്സിലാകുന്ന രീതിയിലാണ്. ഇനിയിപ്പോൾ അങ്ങനെയല്ല, മറ്റുള്ള എല്ലാ സംഘടനകളെന്ന് പറഞ്ഞാലും അതിൽ സമസ്ത വിടുമല്ലോ. അപ്പോ എൻ്റെ അവസരത്തിൽ ഞാൻ അതിനെ തിരുത്തി. തങ്ങൾ പറയാണ്, മൊയ്നുദ്ദീൻ തങ്ങൾ പറയാണ്, ജിഫ്രി തങ്ങൾ പറയാണ്, ഞാൻ അതിനെ തിരുത്തി. നബി തിരുമേനി ഒന്നിൻ്റെയും പ്രസിഡന്റ് ആവുകയില്ല, എല്ലാം പിരിച്ചുവിട്ട് മനുഷ്യ സമൂഹത്തെ ഒന്നിപ്പിക്കും എന്ന് പറഞ്ഞു.
തങ്ങളെ നിങ്ങൾ ഈ പറഞ്ഞതിന് എന്താണ് തെളിവ് എന്ന് ഒരു ഉസ്താദ് എഴുന്നേറ്റ് നിന്ന് ചോദിച്ചു. അപ്പൊ കാനന്നാസു ഉമ്മത്തും വാഹിദ എന്ന് പറയുന്ന ആയത്തോതി തഫ്സീർ സഹിതം പഠിക്കാൻ ഞാൻ പറഞ്ഞു. കുട്ടികൾ കരഘോഷം മുഴക്കി എന്നെ പ്രോത്സാഹിപ്പിച്ചു. ഹക്കീം ഫൈദ് എഴുന്നേറ്റ് നിന്നു. നാം മാന്യത കാണിക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പുതിയ ഒരു ലീഗ് ഉണ്ടാക്കുകയായിരിക്കും ചെയ്യുക. നബി തങ്ങൾ വന്നാല് പുതിയ ഒരു മുസ്ലിം ലീഗ് ഉണ്ടാക്കും. എന്നിട്ട് തങ്ങൾ അതിന്റെ പ്രസിഡന്റ് ആവും. നബി തങ്ങൾ അതിന്റെ പ്രസിഡന്റ് ആവും. എന്തൊരു പോയത്താണത്. ആ പറയുന്നത് തന്നെ ഒരു വർത്താനാണതിരിക്കട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് വന്നാൽ ഒരു നിമിഷ നേരം നബി തങ്ങളെ ഈമാനോടുകൂടെ ഒരാൾ കണ്ടാവും സഹാബിയായി. ലോക മുസ്ലിമീങ്ങൾ മുഴുവനും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉമ്മത്തികളായി സഹാബികളായി അവരെങ്ങനെയാണ് ഇപ്പൊ കാണാൻ വളരെ സൗകര്യമാണല്ലോ. പണ്ട് കാലത്ത് അവിടെ പോയി കാണണം. അപ്പൊ ഈ കൂടി ഇങ്ങനെ കാണാൻ ലോകത്ത് മുഴുവനുള്ള ആളുകൾക്ക് ഒറ്റ നോട്ടത്തിൽ കാണാൻ സാധിക്കും. സഹാബിയാകാൻ എളുപ്പമുണ്ട്. പിന്നെ അവിടെ ഭിന്നിപ്പുണ്ടാക്കോ? ഒരു മുസ്ലിം ലീഗ്, ഒരു സമസ്ത, പിന്നെ ഏതെല്ലാം പാർട്ടികളുണ്ട് മുസ്ലിം, അങ്ങനെ കുറെ പാർട്ടികൾ ഉണ്ടാക്കിയിട്ട് ഒന്നിന്റെ പ്രസിഡന്റായിട്ട് നിൽക്കുക. എന്താ ഈ പറയണത്? എന്നിട്ടോ പ്രസിഡന്റ് പറഞ്ഞാൽ എന്താ? ഇപ്പൊ മൂപ്പര് തന്നെ പറയണത് സൊസൈറ്റീസ് ആക്ട് പ്രകാരം രജിസ്റ്റർ ചെയ്യപ്പെട്ട ഒരു കമ്മിറ്റി ആവുമ്പോൾ അതിന്റെ പ്രസിഡന്റിന് ഒരു അധികാരമൊന്നും ഇല്ല എന്നാ പറയണത്. അത് സെനറ്റ് കൂടണം. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങൾക്ക് ആകാശത്ത് നിന്ന് ഒരു വഹി വന്നു, അല്ലെങ്കിൽ ഇൻഹു ഇല്ലാ വഹി യൂഹാ എന്നാണല്ലോ. എന്തെങ്കിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ഹദീസ് പറയുകയാണെച്ചെങ്കിൽ അപ്പൊ അനുയായികളൊക്കെ പറയും അതിപ്പോ അംഗീകരിക്കാനായിട്ടില്ല, അത് സെനറ്റ് കൂടണം. മുസ്ലിം ലീഗിന്റെ സെനറ്റ് കൂടി ജനറൽ ബോഡി കൂടി തീരുമാനിച്ചെങ്കിലേ പ്രസിഡന്റിന് അംഗീകരിക്കാൻ പറ്റുള്ളൂ. ഒന്ന് ആലോചിച്ച് നോക്കി. ഇതാണ് അവസ്ഥ. അതോ തങ്ങൾ ഇവിടെ ഉണ്ടല്ലോ. അത് രണ്ടാമത്തൊരു കത്ത് തങ്ങൾ പറയാണ്, മൊയ്നുദ്ദീൻ ചിശ്തി തങ്ങൾ, ഞാൻ എഴുതി ഒപ്പിട്ട് വാങ്ങിക്കോളൂ. ഞാൻ അങ്ങനെ ഈ തെളിവില്ലാത്തൊന്നും പറയുന്ന പണിയില്ല. എഴുതി ഒപ്പിട്ട് വാങ്ങി. മദ്ഹബുകൾ 4 1 ഒതുങ്ങുന്നില്ലെന്നും, ശ്രദ്ധിക്കണം, മദ്ഹബുകൾ 4 1 ഒതുങ്ങുന്നില്ലെന്നും മറ്റു പല മദ്ഹബുകളും സ്വീകരിക്കുന്നതിന് തെറ്റൊന്നുമില്ലെന്നും ഇജ്തിഹാദിന്റെ വാതിൽ അടഞ്ഞിട്ടില്ലെന്നും ഹക്കീം ഫൈലി ഇടയ്ക്കിടെ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. 4 മദ്ഹബുകൾക്ക് പ്രത്യേകമായോ സുന്നികൾക്ക് പ്രത്യേകമായോ ഉസൂലൊന്നുമില്ലെന്നും ഉസൂൽ എല്ലാവരുടേതും ഒന്ന് തന്നെയാണെന്നും ഹക്കീം ഫൈലി പറയുന്നതായി ഞാൻ കേട്ടിട്ടുണ്ട്. സമയത്തു ഉദനായ എന്ന് പറഞ്ഞില്ലേ, ഞാൻ എൻ്റെ കാതുകൊണ്ട് കേട്ടിട്ടുണ്ട്, പറയുന്നത് കേട്ടിട്ടുണ്ട്. ആരാ പറയുന്നത്? സയ്യിദ് മൊയ്നുദ്ദീൻ ജിഫ്രി തങ്ങൾ ഒപ്പ്. എന്താ എഴുതി ഒപ്പിട്ട് തന്നത്? ആദ്യം ഞാൻ വായിച്ചതാ എഴുതി ഒപ്പിട്ട് തന്നത്.